ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു എന്താ പറയണ ഒരു ബാക്കിലെ നെക്കിൻ്റെ കഴുത്ത് എങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം, ഷോൾഡർ എങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം, ജോയിൻ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് സ്ലീവൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്യണം എങ്ങനെയൊക്കെ എന്നുള്ളൊരു വീഡിയോ ഇട്ടാണ് വന്നേക്കണം. നമ്മളെപ്പോഴും നെക്കിൻ്റെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ നെക്ക് ഡിസൈൻ ചെയ്ത് നിർത്തലാണല്ലോ എപ്പോഴും പതിവ്. അപ്പോൾ അത്രയും ഫ്രണ്ട് ഭാഗമൊക്കെ നിങ്ങൾക്ക് എപ്പോഴും അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ ബാക്കിലെ കഴുത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണം, അതേപോലെ ഷോൾഡർ എങ്ങനെയാണ് ജോയിൻ്റ് ചെയ്തെടുക്കണം എന്നൊക്കെ നമ്മളൊന്നും കാണിക്കാറില്ല വീഡിയോയിൽ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഓർത്തിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഞാൻ ബാക്കിലെ ഫ്രണ്ട് കഴുത്തൊക്കെ തയ്ച്ച് കഴിഞ്ഞ് വെച്ചേക്കാണ്. ബാക്കിലെ പീസാണ് എടുത്തേക്കണത്. ബാക്കിൽ ഇതേപോലെ യു ഷേപ്പിൽ വെട്ടിയിട്ടുണ്ട്. നമ്മളപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ക്രോസ് പീസ് ഇതേപോലെ ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് രണ്ടാക്കി മടക്കി വെച്ചിട്ട് ഈ കഴുത്തിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ഈ പീസ് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. മുകൾ ഭാഗത്ത് കൂടി വെച്ചിട്ട് നമ്മൾ 4 ഇഞ്ച് അകലത്തിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴുത്തിൻ്റെ ഈ അറ്റം തുടങ്ങി അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ 2 ലെയറായിട്ട് മടക്കി വെക്കാം കേട്ടോ. എന്നിട്ട് 4 ഇഞ്ച് അകലം തയ്യൽ തുമ്പ് ഇടുക. ഇതേപോലെ അങ്ങോട്ട് തയ്ച്ച് അറ്റത്തേക്ക് കൊണ്ടുപോയി നിർത്തുക. ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അറിയുന്നവർക്ക് ഇപ്പോൾ ഇത് കണ്ടാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും അറിയുന്നവർക്ക് ഇത് വലിയ ഉപകാരമായിട്ട് തോന്നില്ല. അവർക്ക് ഒട്ടും അറിയാത്തവർക്ക് ഇത് ഭയങ്കര ഉപകാരമായിരിക്കുള്ളൂ. അപ്പോൾ അതാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കേണ്ടത്, ഈ ഒരു വീഡിയോ ചെയ്തിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കാതെ ആലോചിച്ചാണ് ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടി നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. ചെറുതായിട്ടൊന്ന് ആ സ്റ്റിച്ചുമ്മ വീഴാത്ത വിധത്തിൽ നമുക്കൊന്ന് ഇടക്ക് ഇങ്ങനെ ഒരേ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ പീസ് ഇതേപോലെ ഇതേപോലെ ഇങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. ഇതേപോലെ ഇങ്ങോട്ടേക്ക് വെക്കുക. എന്നിട്ട് പതിച്ചടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ തയ്ച്ചേക്കണ തയ്യൽ തുമ്പിൻ്റെ മുകളിലേക്കായിട്ടായിരിക്കുള്ളൂ ഈ പീസ് നമ്മൾ വെച്ച് പതിച്ചടിക്കണം കേട്ടോ. എന്താ ഇതേപോലെ കിട്ടും. നമുക്ക് ഈ നമ്മളുടെ ഫ്രണ്ടിലെ പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അതിന് ഈ പീസ് ഇതേപോലെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, ഫ്രണ്ട് പീസ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫ്രണ്ട് പീസ് വെക്കുക. നല്ല വശവും കൂടി കൂട്ടി വെച്ചിട്ട് വേണം തയ്ക്കാൻ. അപ്പോൾ ഇതേപോലെ നമ്മളിപ്പോൾ തയ്ച്ചു കൊടുത്തേക്കണ ക്രോസ് പീസിൻ്റെ മുകളിലേക്ക് വെക്കരുത്. ആ സ്റ്റിച്ചിൻ്റെ അരികത്തായിട്ട് ഈ ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഫ്രണ്ട് കഴുത്ത് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കും. നമ്മൾ ഫ്രണ്ട് കഴുത്ത് തയ്ച്ചൊക്കെ കഴിഞ്ഞ് വെച്ചേക്കണേണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഷോൾഡറിൻ്റെ ഭാഗത്ത് കൊണ്ട് വന്നിട്ട് ക്രോസ് പീസ് നമ്മൾ വെച്ച് കൊടുത്തിട്ടില്ല, അതിൻ്റെ മുകളിലേക്ക് വെക്കരുത്. അതിൻ്റെ സൈഡിൽ കൂടി തയ്യൽ പോയേക്കണം ആ ഭാഗത്തിൻ്റെ ആ അരികത്തോട് ചേർത്ത് വെച്ചിട്ട് ഈ ക്രോസ് പീസ് ഈ ഫ്രണ്ടിലെ കഴുത്തിൻ്റെ മുകളിലേക്ക് ഇതേപോലെ മടക്കി ഇങ്ങോട്ടേക്ക് വെക്കുക. എന്നിട്ട് നമുക്കിത് ഒരു 1/2 ഇഞ്ച് അകലത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇപ്പുറത്തെ കഴുത്തും ഇതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. മനസ്സിലായ? ഈ ഒരു ക്രോസ് പീസിൻ്റെ ഈ അരികത്തോട് വന്ന് നമ്മൾ എന്തായാലും ഇവിടെ തയ്യലിട്ട് പോന്നിട്ടുണ്ടല്ലോ, ഈ ക്രോസ് പീസിൻ്റെ മുകളിലേക്ക് വെക്കാതെ ഈ ഫ്രണ്ട് പീസ് ഈ ബാക്ക് പീസിൻ്റെ ആ തയ്യൽ വന്നേക്കണ ആ ഭാഗത്ത് കൂടി ചേർത്ത് വെക്കുക. എന്നിട്ട് ക്രോസ് പീസ് ഈ ഫ്രണ്ട് പീസിൻ്റെ മുകളിലെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് മുകളിലേക്ക് ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 1/2 ഇഞ്ച് അകലത്തിൽ തയ്യൽ തുമ്പ് ഇട്ട് അടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കഴുത്ത് ഇതേപോലെ ഇങ്ങനെ ഇതാക്കി എടുക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലോക്ക് പോലെ കിട്ടും. ഇങ്ങനെ
ഈ ഭാഗത്തുള്ള തയ്യൽ തുമ്പ്, ഈ ഷോൾഡറിൻ്റെ അറ്റത്തുള്ള തയ്യൽ തുമ്പ് കാണൂല ഇങ്ങനെ തയ്ക്കുമ്പോൾ. ഇതും നമുക്ക് ഇതേപോലെ ഇങ്ങനെ വിടർത്തി ഇതേപോലെ നിവർത്തി എടുക്കുക. എന്നിട്ട് ഈ ഒരു ഷോൾഡർ ഉണ്ടല്ലോ, ഷോൾഡറിൻ്റെ ഈ ഭാഗം വെച്ച് കൊടുക്കുക. ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ചീത്ത വശത്ത് കൂടിയാണ് അത് സ്റ്റിച്ച് ചെയ്യണത്. ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇതേപോലെ കഴുത്തൊക്കെ നിവർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിലെ കഴുത്തിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തുക. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ചു കൊടുത്ത ക്രോസ് പീസിൻ്റെ മുകളിൽ കൂടി ഇതേപോലെ കുത്തി നിർത്തി ബാക്കിലെ പീസിൻ്റെ ക്രോസ് പീസിൻ്റെ ബാക്കിൽ കഴുത്ത് തയ്ച്ചേക്കണ ക്രോസ് പീസില്ല, അതിൻ്റെ മുകളിൽ കൂടി ഇതേപോലെ തയ്ച്ച് അപ്പുറത്തെ വശം കൊണ്ട് നിർത്തുക. അപ്പോൾ ഇത് പതിച്ചടിക്കാനും പറ്റും, നല്ല ഭംഗിയായിട്ട് ഫിനിഷിംഗ് ആയിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ 2 സ്റ്റിച്ച് ഡബിൾ സ്റ്റിച്ച് വീഴുകയും ചെയ്യും. ഇവിടെ കൊണ്ടുവന്നത് നിർത്തി ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഇങ്ങോട്ടേക്ക് തയ്ച്ച് ഈ അറ്റത്തേക്ക് കൊണ്ടുവന്ന് നിർത്താം. കണ്ടോ? അപ്പോൾ ഷോൾഡറിൻ്റെ വശം കഴിഞ്ഞ് ഇനി നമുക്ക് സ്ലീവ് വെക്കണം എങ്ങനെയെന്നും കൂടി കാണിച്ചു തരാം. ഒന്നിച്ച് കാണിക്കുമ്പോൾ ചിലവർക്ക് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ലല്ലോ. അതാണ് ഞാൻ കുറേച്ചായിട്ടാണെങ്കിലും കാണിക്കണം. ഇനി ഒറ്റ അടിക്ക് നമുക്കൊരു നൈറ്റി സ്റ്റിച്ച് ചെയ്യണത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതേപോലെ ഷോൾഡർ കൈക്കുഴി ഭാഗം നമുക്ക് ഇതേപോലെ നിവർത്തിയിടാം. എന്നിട്ട് ഈ ഷോൾഡർ തന്നെ വശത്തു നിന്നാണ് നമ്മൾ സ്ലീവ് വെച്ച് തുടങ്ങുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ഫ്രണ്ട് കൈക്കുഴി നമുക്കൊന്ന് കുഴിച്ച് വെട്ടണം കേട്ടോ. സ്ലീവിൻ്റെ നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്തെ നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗത്തെ പീസിൻ്റെ കൈക്കുഴിയും ഫ്രണ്ട് കൈക്കുഴിയും നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ലീവിൻ്റെ ഫ്രണ്ട് വശം വന്ന ഭാഗത്തുള്ള കൈക്കുഴി നമുക്ക് കുഴിച്ച് വെട്ടാം കേട്ടോ. ഒരു 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കും. അപ്പോൾ ഇതേപോലെ കേട്ടോ. ഈ ഒരു ഭാഗം കേട്ടോ, ഫ്രണ്ട് ഭാഗം കൈക്കുഴിയുടെ സ്ലീവിൻ്റെ ഏത് ഭാഗത്താണോ ആ ഭാഗത്തായിരിക്കണം കേട്ടോ. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ചെയ്യേണ്ടതാണ്, പക്ഷെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് ഞാനങ്ങനെ വെച്ചതാണ്. അപ്പോൾ നമുക്കിനി ഈ ഷോൾഡർ ഇതേപോലെ നിവർത്തിയിടുക. ഈ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് പോയിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് ഈ സ്ലീവിൻ്റെ സെൻറ്റർ വെക്കുക. സ്ലീവിൻ്റെ സെൻറ്റർ മനസ്സിലാക്കുക. നമ്മളോടൊരു കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് കട്ടിങ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. സ്ലീവിൻ്റെ സെൻറ്ററും ഈ ഷോൾഡറിൻ്റെ ഇത് ഒപ്പം വെക്കുക. എന്നിട്ട് അവിടെ നിന്ന് 1/2 ഇഞ്ച് അകലത്തിൽ തയ്യൽ തുമ്പിട്ട് ഇതേപോലെ തയ്ച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ട് വശത്തെ കൈക്കുഴിയാണ് തയ്ക്കണം. അപ്പോൾ ഇങ്ങനെ തയ്ച്ച് കൊടുക്കുന്നതാണ്. കൈ വെക്കുമ്പോൾ ഇങ്ങനെ തയ്ച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കൈ പിരിഞ്ഞ് ഭംഗിയില്ലാതായി പോവും. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല മാർഗം. നമുക്ക് അപ്പുറത്തെ വശവും കൂടി തയ്ച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ ഫ്രണ്ട് സെൻറ്റർ എടുക്കുക. ആ സെൻറ്റർ ഭാഗത്തുനിന്ന് അപ്പുറത്ത് ഈ ഭാഗത്തേക്കും തയ്ച്ച് കൊടുക്കുക. സെൻറ്റർ വശത്തു നിന്നാണ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കേട്ടോ 2 ഭാഗത്തേക്കും തയ്ച്ച് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഇതും 1/2 ഇഞ്ച് അകലം കേട്ടോ. ചിലർ 1/2 ഇഞ്ചൊന്നും തയ്യൽ തുമ്പ് ഇടാറില്ല. ഫിനിഷിങ് നല്ല ഫിനിഷിങ് കിട്ടണമെങ്കിൽ 1/2 ഇഞ്ച് ഇടണ്ടെന്ന് പറയും. പക്ഷേ അപ്പോൾ നമ്മൾ വെച്ചാൽ ലോക്ക് ചെയ്യാനായിരിക്കണേ, ലോക്ക് ചെയ്യണ ഇൻ്റർലോക്കൊക്കെ പോലെ ചെയ്യണമെങ്കിൽ 1/2 ഇഞ്ചോളം ഇടണമെന്നില്ല. അതിൽ കുറച്ച് തയ്യൽ തുമ്പിട്ടാൽ മതി. അപ്പോൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇതേപോലെ തയ്ച്ച് കൊടുത്ത് കൈ അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടി. നമുക്കിനി ഒരു സ്റ്റിച്ചും കൂടി ഇതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ കസ്റ്റമർക്ക് തയ്ച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു സ്റ്റിച്ചും കൂടി ഇത് 2ാമത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ആ ഒരു കൈക്കുഴി തുടങ്ങി മറ്റേ കൈക്കുഴി വരെയും തയ്ച്ച് കൊടുത്താൽ മതി. സ്ലീവ് ആദ്യം വെക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. സ്ലീവ് ആദ്യം വെക്കുമ്പോൾ സെൻറ്ററിൽ നിന്ന് ആ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്കുമായിട്ട് തയ്ച്ച് കൊടുക്കണം. ഇനി അപ്പുറത്തെ വശവും കൂടി വെക്കാം നമുക്ക്. അതിന് ഇപ്പുറത്തെ ഷോൾഡർ നമുക്ക് ഇതേപോലെ നേരത്തെ ചെയ്ത കൂട്ട് തന്നെ വിരിച്ചിടുക. മനസ്സിലാവണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. ഇനി മനസ്സിലാവാത്തവർ പറയണേ.
ഇതേപോലെ കൈക്കുഴി ഈ ഫ്രണ്ട് വന്നിട്ട് നമുക്ക് സ്ലീവ് എടുക്കുക. സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മളൊന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കുക. ഇതൊന്നിച്ച് വെട്ടിക്കൊടുക്കേണ്ടതാണ് കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്കൊന്ന് രണ്ടാമതും കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 2 പ്രാവശ്യമായിട്ട് വെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ചോളം ഞാനൊന്ന് വെട്ടിക്കൊടുത്തു ഫ്രണ്ടിലെ കൈക്കുഴിയുടെ അവിടെ നിന്ന്. അത് ഫ്രണ്ടിലെ കൈക്കുഴിയുടെ അവിടെ നിന്ന് വെട്ടണമെന്ന് വെച്ചാൽ ഈ ഒരു സെൻറ്റർ ഭാഗത്തുനിന്ന് ഫ്രണ്ട് കൈക്കുഴി ഭാഗത്തേക്കാണ് പോകണം. ആ ഭാഗത്തുനിന്ന് കുറേശ്ശെ നമ്മൾ ഈ മുകൾ ഭാഗത്തുനിന്ന് കുറച്ച് വെട്ടിക്കൊടുക്കണേ കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ സെൻറ്ററിൽ നിന്ന് ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കും അപ്പുറത്തെ വശത്തേക്കുമായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈ സെൻറ്ററിൽ നിന്ന് ഇപ്പുറത്തെ വശത്തേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇനി ആർക്കാണെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറഞ്ഞോ, ക്ലിയർ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വശത്തേക്കും ഇതേപോലെ 1/2 ഇഞ്ച് അകലത്തിൽ തയ്ച്ച് ഇനി നമുക്കൊന്ന് ഈ കൈക്കുഴി തുടങ്ങി അപ്പുറത്തെ കൈക്കുഴി വരെയും ഒരടിപ്പും കൂടി അടിച്ചു കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് ഇട്ട് നമ്മൾ കസ്റ്റമർക്ക് എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ഇട്ട് തന്നെയാണ് തയ്ച്ചു കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആ വശം കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്ലീവിൻ്റെ ഭാഗം കൊടുക്കുക. നമുക്ക് 2 സൈഡൊന്ന് യോജിപ്പിച്ച് കൊടുക്കണ്ടേ. അതിന് സ്ലീവിൻ്റെ വശം എടുക്കുക. ഇതേപോലെ സ്ലീവ് രണ്ടും ഒരേപോലെ വെക്കുക. ഈ ഇതുണ്ട് അടിയിൽ ഇതേപോലെ ഒരേപോലെ വെക്കുക. സ്ലീവാണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ കൈക്കുഴിയും ഒന്നിച്ച് പിടിക്കുക. കൈക്കുഴിയും ഇതേപോലെ ഒന്നിച്ച് വരണ വിധത്തിൽ കൈക്കുഴ സ്റ്റിച്ചിങ് ഉണ്ടല്ലോ, കൈക്കുഴ ഭാഗത്ത് നിൽക്കുന്ന സ്റ്റിച്ചിങ് ഒപ്പം വരണ വിധത്തിൽ പിടിക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത്, എത്രയാണോ ഇടം, നമ്മുടെ കൈയുടെ താഴെ എത്രയാണോ ഇടം വേണ്ടത് അത് ഇവിടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിലേക്കൂടി അടിച്ച് കൊണ്ടുപോകാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ തയ്ച്ച് നമ്മൾ കൈക്കുഴിയും ഈ കൈക്കുഴിയും 2 വശവും ഒരുപോലെ വരണം കേട്ടോ. 2 കൈക്കുഴിയുടെയും സ്റ്റിച്ചിങ് ഒപ്പം നിൽക്കണ വിധത്തിലായിരിക്കണം നമ്മൾ ഇവിടെ ഈ കൈക്കുഴിയുടെ ഭാഗവും ഒപ്പം വെക്കണം കേട്ടോ. സ്റ്റിച്ച് വരുന്ന സ്ഥലം രണ്ടും ഒപ്പം ആയിരിക്കണം. അത് ശ്രദ്ധിച്ച് വേണം വെക്കാൻ. എന്നിട്ട് ഇതേപോലെ നമുക്ക് എത്ര ഇഞ്ചിലാണ് നമ്മളിവിടെയൊക്കെ ഷേപ്പ് ചെയ്യേണ്ടത് അതനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇടവും ഒക്കെ അനുസരിച്ച് ഷേപ്പൊക്കെ അനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ അറ്റം വരെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അപ്പുറത്തെ വശവും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ വശവും സ്റ്റിച്ച് ചെയ്ത് കണ്ട ഇതേപോലെ. അപ്പോൾ നമുക്ക് എത്രയാണോ ഈ കഴുത്തിൻ്റെ കൈയുടെ താഴെ വണ്ണം വേണ്ടത് അത് നമ്മോട് അടയാളപ്പെടുത്തി കൊടുക്കുക. അതേപോലെ തന്നെ ഈ കൈക്കുഴിയുടെ 2 വശവും ഇതേപോലെ നിവർത്തിയിട്ടതിന് ശേഷം കൈക്കുഴിയുടെ ഭാഗത്ത് നമ്മൾ എത്ര ഇഞ്ചാണോ വേണ്ടത്, നമുക്ക് എത്രയാണോ ഈ ഇടം വേണ്ടത്, ചെസ്റ്റ് അളവ് എത്രയാണോ വേണ്ടത് അതുകൂടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതേപോലെ വേസ്റ്റും നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു അളവുണ്ടല്ലോ, കട്ട് ചെയ്യണ നേരത്ത് നമ്മൾ 1 ഇഞ്ച് ഇവിടെ കൂട്ടിയിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കണത്. അപ്പോൾ നമ്മൾ ആ 1 ഇഞ്ച് കുറച്ചിട്ടായിരിക്കുമല്ലോ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതിലും കൂടുതൽ ഷേപ്പ് വേണം, ചെസ്റ്റ് അളവൊക്കെ നല്ല കറക്റ്റ് ഫിറ്റായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അളവ് നോക്കുക, അതനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ ഭാഗവും കൂടി
ഇതേപോലെ ഞാൻ കാണിച്ചു തരാം. സ്റ്റിച്ച് ചെയ്ത് കാണിക്കണില്ല, ഒരുപാട് ലെങ്ത്തായി പോകും, അതുകൊണ്ടാണ് കേട്ടോ. ഇതേപോലെ നമുക്ക് ഈ ഒരു ജോയിൻ്റ് ഈ ഭാഗത്തുനിന്ന് തുടങ്ങാം. എന്നിട്ട് ആദ്യം തന്നെ ഇതിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയണ്ട കേട്ടോ. ആദ്യം തന്നെ ഇതേപോലെ ഒന്ന് ആദ്യം അരയിഞ്ച് ഒന്ന് മടക്കി കൊടുക്കുക, പിന്നെ ഒന്നും കൂടി ഒരു അരയിഞ്ചും കൂടി മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ തയ്ച്ച് റൗണ്ട് ചെയ്ത് തയ്ച്ച് കൊണ്ടുവരാം. അപ്പോൾ ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഇന്ന്. ഇനി മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ, നന്നായിട്ട് ഇനിയും നന്നായിട്ടൊന്നും കൂടി ക്ലിയർ ചെയ്ത് തരാനുണ്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാനും ആരും മറന്നു പോകരുത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് ഇനിയും വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.